പ്രശ്നം ഇത് ലഹരി മുക്ത വിദ്യാലയം പ്രതീക്ഷയുടെ കേരളം എന്നുള്ളൊരു നിവേദനമാണ് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതാക്കി കൊടുക്കേണ്ടതാ. ഇത് പൊതുവെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ രാത്രി കാലങ്ങളിൽ റൗണ്ട് അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജനമൈത്രി പോലീസിനെ ഉൾപ്പെടുത്തി PTA പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി രൂപീകരിക്കുകയാണ് വേണ്ടത്. ചേട്ടന്റെ പേരെന്താ? സിദ്ദിഖ് മുക്കം. സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കേരള മദ്യനിരോധന സമിതിയുടെ. ഈ മയക്കുമരുന്നും അങ്ങനെയൊക്കെയുള്ള സംഭവം എങ്ങനെയാ? ഇവിടെ ഇപ്പം 4 ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ, വ്യാപനം കാര്യമായിട്ടുണ്ടോ? വ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിൽ നിന്നാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. കൊലപാതകങ്ങളും ഈ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥലം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാ അല്ലേ? അതെ അതെ. നാട്ടുകാരുടെ ഒരു ജാഗ്രതാ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പള്ളി കമ്മിറ്റി മുഖാന്തരം നമ്മള് തണ്ണിൻപോയി ജുമാഅത്ത് മസ്ജിദ്, അതുപോലെ സുബാൻ മസ്ജിദ്, ഇതിലൊക്കെ ചേർന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ജാഗ്രതയാണ്, പങ്കാളിത്തം, ജനങ്ങളെ പങ്കാളിത്തവും ഉണ്ട്. അതുപോലെ സൊസൈറ്റി അടിസ്ഥാനത്തിൽ റെഡ് ക്രോസ് സൊസൈറ്റി, കേരള മദ്യനിരോധന സമിതി, ജനങ്ങളുടേതായിട്ടുള്ള നഗരസഭയായാലും മറ്റുള്ളതായാലും ജനങ്ങളെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. 47 ഹോട്ട്സ്പോട്ടുകൾ ഒന്ന് മുക്കാന്നോ അല്ലേ? അതെ, മുക്കം കുറച്ച് ഡേഞ്ചറസാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം.